Hi traders, welcome back to Market West. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 7/5/2025 24,409 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,431 എന്ന ലെവലിലാണ്. അതായത് ഒരു 21-22 പോയിന്റ് ഗ്യാപ്പ് അപ്പ്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇന്ന് നിഫ്റ്റി ആകെ നൽകിയത് ഏതാണ്ട് 300 പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയെങ്കിലും ചെറിയ പോയിന്റുകൾക്ക് മാത്രം ഒരു അപ്വേർഡ് മൂവ് നൽകിയതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു സെല്ലിംഗ് ഉടലെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റ്, ഒരു അപ്പ് മൂവ് ലഭിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റാണ് 24,511. അതിന് ലെവലിൽ മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ അത്തരത്തിലൊന്നും തരാതെ അവിടെ നിന്നും അപ്പോൾ തന്നെ ഒരു സെല്ലിംഗ് വന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടിന് താഴെ, പ്രധാന സപ്പോർട്ടിന് താഴെ വരെ എത്തിയതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് പ്രൈസ് ഒന്ന് ടേൺ ചെയ്യുന്ന ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇവിടെ നിന്നും കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയും ഇവിടെ ഒരു അപ്പ് മൂവ് വരുമ്പോൾ വീണ്ടും സെൽ ചെയ്ത് പുട്ട് ഓപ്ഷൻ എടുക്കുകയും ചെയ്തവരുണ്ട്. എന്നാൽ ദീർഘനേരം പ്രൈസ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവസാനം പതിയെ പ്രൈസ് ഡിക്ലൈൻ ആരംഭിച്ചു. പിന്നീട് ഓരോ റൈസും സെല്ലിങ്ങിനായി മാത്രം ഉപയോഗപ്പെടുത്തി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന എല്ലാ സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് പോരുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,134 എന്ന പ്രധാന സപ്പോർട്ടിന് അടുത്ത്, അതായത് 150 നിഫ്റ്റി അവസാനം ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ മൂവ്മെന്റ്. ഇടയ്ക്ക് നല്ല കൺസോൾട്ടേഷൻ നൽകിയെങ്കിലും എന്നാൽ ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്തിരുന്നവർക്ക്, ഒരു സിറ്റുവേഷൻ ഉരുത്തിരിയുന്നവരെ കാത്തുനിന്നവർക്ക് കൃത്യമായും ഈ ട്രേഡുകളിൽ എൻ്റർ ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു ഹീറോ സീറോ ഇഫക്റ്റ് ആണ് നൽകിയത്. എന്നാൽ കൺസോൾട്ടേഷൻ ഇപ്പോൾ ഏറെ ദിവസങ്ങളായി മാർക്കറ്റ് നല്ല സമയം കൺസോൾട്ടേറ്റ് ചെയ്യാണ്. രാവിലത്തെ ഒരു നല്ല മൂവ് തന്നതിന് ശേഷം പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. പലരും മാർക്കറ്റ് വിട്ടുപോയിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്ത് ഒരു OTM ഓപ്ഷൻ പോലും ഹോൾഡ് ചെയ്തിരുന്നവർക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൽകിയ ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 24,150 അതായത് ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്ത അതേ പോയിന്റാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,080 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 24,335 ലെവലാണ് രേഖപ്പെടുത്തിയത്. അതിന് താഴെ 24,283 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,283 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ നമുക്ക് കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിഞ്ഞേക്കും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ പ്രധാനമായ ഒരു റെസിസ്റ്റൻസ് ലെവലായി കണക്കാക്കുന്നത് 24,335 അതിന് മുകളിൽ ഒരു 15 മിനിറ്റ്, അതായത് 24,362 എന്ന ലെവലിന് ബ്രേക്ക് ചെയ്യുകയും ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്താൽ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. 24,080 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നതാണ് ആദ്യം വേണ്ടത്. ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അത്തരത്തിൽ ക്ലോസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ അതിന് താഴെ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ സെൽ ഓൺ എവരി ഹൈ എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. 54,132 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട്. അവിടെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാന സപ്പോർട്ടായി അത് തന്നെ കണക്കാക്കുന്നു. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടായി 53,906 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.
പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 54,587 എന്ന ലെവലായിരിക്കാം. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 54,381, 474 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 54,381 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്നാൽ തുടർന്ന് മുകളിലേക്ക് രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് കണക്കാക്കുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ മൈനർ സപ്പോർട്ടിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. സെൻസെക്സിൽ 80,000 എന്ന ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് തന്നെയാണ് ലെവൽ തന്നെയാണ് പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 79,852 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസായി 80,599 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 80,333, 501 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലാണ് 80,333 എന്ന് പറയുന്ന ലെവൽ. ആ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിക്കാമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 79,852 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അത്തരത്തിലൊരു ക്ലോസിംഗ് നൽകിയാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ വീണ്ടും നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുവെന്ന് മാത്രം. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ പരിശോധനയിൽ ഗുണകരമാണ് നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്യുക. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വോയിസ് മെസ്സേജ് മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്